ബാലവേദി വൈക്കം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുട്ടികളുടെ അവധിക്കാല ക്യാമ്പ് കൊതവറ സെന്റ് സേവിയേഴ്സ് കോളേജ് നാസിയുമായി ചേർന്ന് നടത്തിയ ഗവേഷണത്തിലൂടെ പുതിയ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ബാലശാസ്ത്രജ്ഞൻ മാസ്റ്റർ ശ്രേയസ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. കലാപത്തിലും യുദ്ധത്തിലും ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നവരാണ് കുട്ടികൾ. എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരിതങ്ങളാണ് ഓരോ യുദ്ധവും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതെന്നും പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണത്തിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് നരകയാതന അനുഭവിക്കുന്നതെന്നും ഇത്രയധികം കുട്ടികൾ അത്യന്തം ദയനീയമായി ക്രൂശിക്കപ്പെടുമ്പോൾ ലോകമനസാക്ഷി ഉണരാത്തത് തങ്ങളെ ഭയപ്പെടുത്തുന്നുവെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. ജീവിതം മുഴുവൻ യാതന അനുഭവിക്കേണ്ടി വരുന്നവർ, വീടുകൾ നഷ്ടപ്പെട്ട് ആശ്രയമില്ലാതെ തെരുവുകളിൽ അലയേണ്ടി വരുന്നവർ, കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ആഹാരമോ ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്നവർ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരിതങ്ങളാണ് ഓരോ യുദ്ധവും കുട്ടികളായ ഞങ്ങളുടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇതിനകം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളെയും യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ കുട്ടികളെയും സംരക്ഷിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രമേയത്തിലൂടെ ബാലവേദി ആവശ്യപ്പെട്ടു. പ്രൊഫസർ എം സജീന്ദ്രൻ, പുന്നപ്ര ജ്യോതികുമാർ എന്നിവർ കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി. ഓടി വരൂ, പാടി വരൂ, കൂടെ വരൂ കൂട്ടരെ, പാടി ഓടി ആടി കളിയാടി വരൂ കൂട്ടരെ. 12-നും 18-നും മധ്യേ പ്രായമുള്ള 250 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കുട്ടികളെ ശാസ്ത്രാവബോധവും മാനവിക മൂല്യങ്ങളും വളർത്തുക, നാട്ടിൻപുറങ്ങളിൽ നിന്നും അന്യം നിന്നുപോയ കളികൾ, പാട്ടുകൾ, കരകൗശല വിദ്യകൾ എന്നിവ കുട്ടികളിലേക്ക് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബാലവേദി മണ്ഡലം പ്രസിഡന്റ് കുമാരി അഭിരാമി ബാബുരാജ്, മണ്ഡലം സെക്രട്ടറി കുമാരി ഭാനുമതി VA, ബാലവേദി ജില്ലാ രക്ഷാധികാരി സമിതി പ്രസിഡന്റ് MD ബാബുരാജ്, ബാലവേദി വൈക്കം മണ്ഡലം രക്ഷാധികാര സമിതി പ്രസിഡന്റ് R സുരേഷ്, സെക്രട്ടറി PS മുരളീധരൻ, കൺവീനർ P പ്രദീപ്, അഡ്വക്കേറ്റ് MS കലേഷ്, S ബിജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.